ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഫുള്ളായെന്നും അത് നമ്മുടെ ഈ വാട്സപ്പിൻ്റെയൊക്കെ ബാക്കപ്പ് എടുക്കുന്നത് കാരണം വാട്സപ്പിൻ്റെ അതുപോലെ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ബാക്കപ്പ് എടുക്കുന്നത് കാരണം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഫുള്ളായിട്ട് ഇത് ഇനി ബാക്കപ്പ് എടുക്കാൻ സാധിക്കാത്തവരും അതുപോലെ ഇതിൻ്റെ ജിമെയിലുകൾ റിസീവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ബാക്കപ്പ് എടുത്ത ഫോട്ടോസും വീഡിയോസും നമ്മുടെ മൊബൈലിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്മറി കാർഡിലേക്കോ മാറ്റിയതിന് ശേഷം നമ്മുടെ മെമ്മറിയെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ജിമെയിൽ അക്കൗണ്ട് പഴയതുപോലെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഒരു ഗൂഗിൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ ടേക്ക് ഔട്ട് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ ടേക്ക് ഔട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ടേക്ക് ഔട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലത്തെ സ്ക്രീനാണ് വരിക. എന്നിട്ട് നമ്മൾ ഡീസെലക്ട് ഓൾ കൊടുക്കുക. ഡീസെലക്ട് ഓൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം അൺസെലക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ താഴേക്ക് പോയിട്ട് നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് എടുക്കുക. ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഗൂഗിൾ ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ഫോട്ടോസ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ വന്നിട്ട് ഷോ എക്സ്പോർട്ട് എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഷോ എക്സ്പോർട്ടിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കും. 1 to 9, അതായത് ഓരോന്നും 2 GB വെച്ചിട്ടാണ് ഓരോ വീഡിയോസും വരുന്നത്. ഇതിൽ ഫോട്ടോസും വീഡിയോസും ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസിനകത്തുള്ള കംപ്ലീറ്റ് വീഡിയോസും ഫോട്ടോസും നിങ്ങൾക്ക് മൊബൈലിൻ്റെ മെമ്മറി കാർഡിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും USB സ്റ്റിക്ക് ഉപയോഗിച്ചോ അതിലേക്ക് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇടാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒരെണ്ണം ഞാൻ കാണിക്കാം. അതിൽ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഡൗൺലോഡിങ് ഫയൽസ് ആണ്. ഡീറ്റെയിൽസ് എടുക്കുമ്പോഴത്തേക്ക് ഫയൽ ഡൗൺലോഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഫയൽ നമുക്ക് സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാം. സെയിം നമുക്ക് ഒരു മെമ്മറി കാർഡോ സ്റ്റിക്സോ ഉപയോഗിച്ച് നമുക്ക് ഈ ഫയൽ മാറ്റി നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് മാറ്റിയിടാവുന്നതാണ്. ഈ ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ എല്ലാ ഡൗൺലോഡ്സും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലേക്ക് പോയിട്ട് സെലക്ട് ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ കാണുന്നില്ല, കാരണം ഞാൻ എല്ലാ ഫോട്ടോസും ക്ലിയർ ചെയ്തു, ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഫോട്ടോസും നമ്മൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ജിമെയിൽ ഇതുപോലെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതേപോലെ ഫുള്ളാവാതിരിക്കാൻ വേണ്ടി ബാക്കപ്പ് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. താങ്ക് യു.